ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പാ നമ്മൾ ഹീറോ ഈ പറയുന്നത് കേട്ടിട്ട് ചേട്ടൻ എന്താ മോളെ ചേട്ടാ അങ്ങോട്ട് പോ നോക്ക് എന്ന് പറഞ്ഞ് ഹീറോ പറയായിരുന്നു. ഞങ്ങൾക്ക് പാട്ട് ഡാൻസുകളും യഥാർത്ഥ തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാ ഗേൾസിലും നോക്കി ചിരിച്ചിട്ട് ഹീറോയിനെ ഒരു ലുക്ക് ഇട്ടായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയിന് മനസ്സിൽ എല്ലാവരും ഫാൻസ് നോക്കി എന്നെ നോക്കിടിയെന്ന് പറയായിരുന്നു. എടീ നിന്നെ നോക്കിയതല്ല വേറെ ആരും നോക്കിയതാ ഹീറോയിനോട് പറയായിരുന്നു. ഫ്രണ്ട്സ് അല്ല ഹീറോയുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കൂടെ. ഞാനായിട്ട് ഹീറോയ്ക്ക് ജോലിയായിട്ട് ജങ്കുക്ക് സൈറ്റ് എടുക്കുക. ജങ്കുക്ക് ഒരു സ്മോക്ക് ചെയ്തായിരുന്നു. പാട്ടെല്ലാം ഡാൻസെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാൻ നിർന്നായിരുന്നു. നാളെ ഫാൻ മീറ്റിംഗ് അടി എന്നത് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു. അതെ ഫാൻ മീറ്റിംഗ് പോകാൻ പറ്റിയായിരുന്നു, നല്ല ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഫാൻ മീറ്റിംഗ് വരാൻ പോകുമായിരുന്നു. ഹീറോയിനെല്ലാം ഉറങ്ങായിരുന്നു. രാവിലെ ആയിരുന്നു. ഹീറോയിനെ അമ്മ വിളിക്കായിരുന്നു. എടി ഫാത്തിമ എണി എന്ന് പറയുന്നത്. എന്തടി ഉറക്കം നിങ്ങളെ രണ്ടുപേർക്ക്? ഇത് ഇച്ചയൊക്കെ ഉറക്കം നിനക്ക് ഉറക്കം. രണ്ടുപേരും നൈറ്റ് എന്തോ ഷോ കണ്ടായിരുന്നു. ഷോ ആണോ അമ്മ ഒരു സീരിയൽ നോക്കിയായിരുന്നു അമ്മ. പുതിയ സീരിയലാ? ഏത് സീരിയലാ അമ്മേ? ഞങ്ങൾ ഡബ്ബിങ് എന്ത് ചെയ്യാൻ നോക്കിയതാ. അമ്മയ്ക്കെല്ലാം മലയാളത്തിൽ വേണമല്ലേ, ഹിന്ദി സീരിയൽ അമ്മേ എന്നെ പറയായിരുന്നു. നമ്മളെ പ്രിയ പറയായിരുന്നു. പ്രിയ എൻ്റെ കാര്യം പറയായിരുന്നു. അതെ ഹീറോൻ്റെ ഫ്രണ്ടായിരുന്നു പ്രിയ. അത് കേട്ടിട്ട് ഹീറോ ഷോക്കായിരുന്നു. പ്രിയ നീ എന്തടി ഇവിടെ എന്ന് പറയണം. നിൻ്റെ അമ്മ എന്താ ഇവിടെ എന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് എന്നോട് കേൾക്കായിരുന്നു. അതടി ഇന്നേ എൻ്റെ വീട്ടിലാണ് ഉറങ്ങിയത് എന്നിട്ട് ഹീറോയിൻ്റെ ചേട്ടന് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞ് രണ്ടുപേര് പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാൻ സംസാരിച്ചുണ്ടായിരുന്നു. ഹീറോയുടെ ചേട്ടൻ പറയായിരുന്നു. ശരി ഇപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഹീറോയെ പറയണു. എന്താ ഇച്ചാ പറയൊക്കെ ഫാത്തിമ, ഇന്ന് നിനക്ക് കോളേജാണ് ഉള്ളത്, പോ റെഡി ആയിട്ട് വാ എന്ന് പറയായിരുന്നു. മണി എത്രയായി? മണി 7 എന്ന് പറഞ്ഞ് തെറിച്ചോടി. എല്ലാം കുളിച്ച് ഫ്രഷായി റെഡിയായി. ഫുഡ് വേണ്ട ചേട്ടാ പറഞ്ഞേക്ക് മോളെ പോ എന്ന് പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് മണി 8:40 വേഗം പോ പറഞ്ഞ്. ട്രാഫിക്കായോ ഷെറ്റ് എന്ന് പറയുന്നു. ഇപ്പം എന്താ ചെയ്യാമെന്ന് പറയുന്നു. അവിടെ ഒരു പോലീസ് അങ്കിൾ ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്? അങ്കിൾ പോകണം അങ്കിൾ, കുറച്ചുള്ളത് അങ്കിൾ, പ്ലീസ് അങ്കിൾ പോകണു, കോളേജ് ലേറ്റായി, എനിക്ക് പോകണോ. ശരി മോളെ നടന്നിട്ട് പോയിക്കോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഹീറോ തെറിച്ച് ഓടിപ്പോയി. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് കൂടെ പോയി. പോലീസ് അങ്കിൾ ഇരിക്കുക. എന്താ ഈ കുട്ടികൾക്ക് വേറെ പണിയില്ല, ഓട്ട മത്സരം വെക്കുന്നതാ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ നോക്കായിരുന്നു. അങ്ങനെ കോളേജിൽ പോയി. അങ്ങനെ 6 ക്ലാസ്സിൽ പോയിരുന്നായിരുന്നു. ഹീറോയി പറയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. ഫാത്തിമ എന്തടി പറ്റി? മെയ്ഡ് ഒരുപാട് സാഡായിട്ടുണ്ടോ? എടി ജങ്കൊക്കെ ഫാൻ മീറ്റിംഗ് ഫാൻ മീറ്റിംഗ് പോകാൻ പറ്റില്ല. ഉമ്മ എന്തോ ഒരു ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുന്ന അറിയില്ലടി. അറിയില്ലടി നിൻ്റെ വീട്ടിൽ ഡ്രഗ് ടെസ്റ്റ് വെച്ചുണ്ടോ? അതെ എന്താ ചെയ്യുന്ന അറിയില്ലടി എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അവർ സാഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാം സംസാരിച്ച് നൈറ്റായിരുന്നു ഉറങ്ങായിരുന്നു. വീട് നല്ല ഡ്രഗ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്കൊക്കെ പറഞ്ഞു. എന്താ അമ്മ? ഇല്ല മോളെ, ഇന്ന് ഡ്രഗ് ടെസ്റ്റ് ചെയ്യലാണ്, ഇന്ന് കുറച്ച് പാർട്ടിയാണ് മോളെ വീട്ടിൽ. എന്തിൻ്റെ പാർട്ടിയാണ്? ഇല്ല മോളെ, ഒരു ഫാമിലിയോട് സംസാരിക്കായിരുന്നു. ഒരു ഫാമിലി ഫ്രണ്ട്സാണ് മീറ്റ് ചെയ്യുന്നതെന്ന് പറയായിരുന്നു. ഫാമിലി മീറ്റിംഗ് എല്ലാവരും വന്നിരുന്നു. ഹീറോയ്ക്ക് ഒരു ടെൻഷനായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. എടി ആരുടെ വരുന്നടി, ഓടി അങ്ങോട്ട്. എന്നെ ടെൻഷനായിരിക്കുമ്പോൾ ഒരു ചെക്കന് വന്നിരുന്നു. ഹീറോയിനെ കണ്ട ആ ചെക്കനിക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ ചബ്ബിയായിട്ട് ക്യൂട്ട് ഗേളാണ്, കുറച്ച് ചബ്ബി ഉണ്ടാവും. ഹീറോയിനെ കണ്ട് ഒറ്റ ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയിൻ്റെ ആ ചെക്കൻ്റെ ഉമ്മയോട് പറയായിരുന്നു. ഉമ്മ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്ക് അവളെ മാരേജ് ചെയ്യിച്ചിട്ടാ. എടാ നിനക്കല്ലടാ ഉള്ളത് മോം, അത് പറഞ്ഞൊക്കെ എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ തന്നെ ഇവളെ മാരേജ് ചെയ്യിക്കാം. എടാ ഓൾറെഡിയില്ല എനിക്ക് മാരേജിന് മമ്മി, കാറേ പറയണ്ട, ശരിടാ പോവാ എന്ന് പറഞ്ഞു അവളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെയായിട്ട് അവർ സംസാരിക്കായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പാർട്ടിയിൽ കഴിയായിരുന്നു. അങ്ങനെ ഹീറോയിനെ മുന്നോട്ട് പറയായിരുന്നു. എൻ്റെ മകനിക്ക് നിങ്ങളെ മകളെ ഇഷ്ടപ്പെട്ടായിരുന്നു, മാരേജ് കഴിപ്പിക്കായിരുന്നു എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിനും ഉമ്മാക്കും ഉപ്പൊക്കെ ഷോക്കായിരുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? എൻ്റെ മകൾക്ക് ഇല്ലപ്പോൾ അതൊന്നും ശരിയല്ല, നിങ്ങളെ മകനിക്കെല്ലാം അവളുടെ മാരേജ് ആയിരുന്നല്ലോ, ഇപ്പം മകനക്ക് 4 കുട്ടികളുണ്ട്, ഇപ്പം നിങ്ങൾ മറുമോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ എന്ന് പറയായിരുന്നു. അത് കേട്ട് ആ ചെക്കന് വീട് ചേഞ്ച് ആയിരുന്നു. പറഞ്ഞക്ക് ഇല്ലപ്പാ അവരുടെ വൈഫ് അത് ഡിവോഴ്സായി, പിരിഞ്ഞായിരുന്നു എന്ന് കളവ് പറയായിരുന്നു. ഇല്ല സോറിപ്പാ എനിക്ക് ഇതാക്കാൻ കാല എന്ന് പറയായിരുന്നു. അത് കേട്ട് അയിമ സമാധാനമൊക്കെ വാടാ പോവാ എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയിരുന്നു. പക്ഷേ
ഇത് ഹീറോയുടെ ഉപ്പാക്ക് ഒരുമാതിരിയായിരുന്നു. ഛേ, ഇങ്ങനെ ഒരു നീ നേടി ഇങ്ങനത്തെ ഇവളെ ഫ്രണ്ട് പിടിച്ചിനെ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ വാപ്പ പറയായിരുന്നു. ഹീറോയിൻ്റെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇവളെൻ്റെ ക്ലാസ്മേറ്റാണ്, ഫ്രണ്ടൊന്നുമല്ല, ക്ലാസ്മേറ്റാണ്. സ്കൂള് പഠിക്കുമ്പോഴേ ഇവൾക്കും എനിക്ക് ഒത്തു പോകുന്നില്ല, ഇവ ചുമ്മാ വെറുതെ വന്നതായിരുന്നു പറയുന്നത്. എന്നിട്ട് ഹീറോയിൻ ഉമ്മി പറയുന്നത് എനിക്ക് അവരുടെ സംബന്ധമൊന്നുമില്ല, അതല്ലേ പറയുന്നത്, ക്ലാസ്മേറ്റാണ് എന്ന് പറഞ്ഞ മമ്മീനെ ഡാഡീനെ സമാധാനിക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹീറോയിനെ നോക്കുക, ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്താ മോനെ പറയുന്നത്, എന്താ അവനെ ചോദിച്ചായിരുന്നു അവൻ്റെ ഓൾറെഡി പറഞ്ഞ മമ്മി ഞാൻ പോകുമ്പോൾ വരുമ്പോൾ അവൻ എന്നെ ഒരുപാട് നോക്കുക എന്നൊരു ഹീറോയി പറയും. ശരി മോളെ എന്ന് വിഷമിക്കട എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഉമ്മ സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഇവ ചങ്കൊക്കെ പറഞ്ഞു കുറച്ച് ഈ പ്ലേസ് കറങ്ങാം എന്ന് തോന്നിയായിരുന്നു. ഞങ്ങൾക്ക് ഫാൻ മീറ്റിംഗ് അല്ല കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇവിടെ കറങ്ങാം, ഈ പ്ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ചങ്ങ കുറച്ച് നാളെ ഇവിടെ താമസിക്കാം എന്നെ ചങ്ങ ഫുള്ളായിട്ടായിരുന്നു. പിന്നെ ബാക്കി മെമ്പേഴ്സ് അല്ല ശരി ഓക്കെ ചങ്ങ നീ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞു അവരെ പോയിനെന്ന് മാത്രമായിരുന്നു. ആർക്കും അറിയില്ല അവരവിടെ തന്നെ ഉണ്ട് എന്നിട്ട് ചങ്ങൾക്ക് താത്തങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിരുന്നു. നമ്മുടെ ഹീറോയിൻ സംസാരിച്ച് പോകുന്നത് കേട്ടായിരുന്നു. അത് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു ഷോൾ ബുർക്കൊന്നും ഇട്ടില്ലായിരുന്നു, ഹീറോയിൻ ഷോൾ ഇട്ടായിരുന്നു. ഹീറോ നടന്നുകൊണ്ട് പോയിരുന്നു. ഇങ്ങനെയായിട്ട് ഹീറോയിൻ കോളേജിലാണ്, അതുകൊണ്ട് വലിയൊരു സംസാരിക്കാൻ ചങ്ങൾക്ക് നോക്കുമായിരുന്നു. അവൾ തന്നെ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് റിയാക്ഷൻ ചേഞ്ച് ആയിരുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരു മരത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഹീറോയിൻ പറയായിരുന്നു, എടി പറഞ്ഞെക്കടി എനിക്ക് ബുർക്ക എന്ന് പറഞ്ഞ് ബുർക്ക ഇട്ട്. അതെ ഇതെന്താ ഡ്രസ്സ് ഇട്ട് മറിക്കുന്നത്, ഹീറോയിൻ്റെ കോസ്റ്റ്യൂം കണ്ടുപിടിച്ചായിരുന്നു. അതെ ഹീറോയിൻ്റെ കോസ്റ്റ്യൂം ഹീറോ യൂസ് ചെയ്തായിരുന്നു. ആ ഡിസൈൻ പറഞ്ഞാൽ അങ്ങനെയായിട്ട് ആ കോസ്റ്റ്യൂം കണ്ടുപിടിച്ചു. ഓഹോ എന്ന് പറഞ്ഞ് ആയിട്ട് രണ്ടുപേരും ഒരുമാതിരി ഡിസൈൻ വരാം എന്ന് പറയാൻ ആരുടെ ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. വി പറയായിരുന്നു എന്താ മച്ച ചെയ്യുന്നതാണ്. ജങ്കുക്ക് ഒന്നുമില്ല ഫോളോ മീ എന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരും കളർ മതി ഹീറോയിനെ ഫോളോ ചെയ്തു. ഹീറോയുടെ വീട് കണ്ടുപിടിച്ച് ജങ്കുക്ക് സ്മാക്ക് ചെയ്ത് അങ്ങനെ ഹീറോയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം പറഞ്ഞിട്ട് അവളെ കൂടെ 2 ഗേൾസ് നടക്കില്ല അവരെ പിടിച്ച് വെച്ചിട്ട് മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്ന് പറഞ്ഞായിരുന്നു. അതിൽ ജങ്കുക്കിൻ്റെ ഒരു സെക്യൂരിറ്റി തലചൊറിയായിരുന്നു. എന്താ സാറ് പറയുന്നത്, ജങ്കുക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് ചെയ്തിട്ട് ബൈക്കിലാണ് ജങ്കുക്ക് വന്നത്. ഡ്രൈവിംഗ് കാർ ഫോളോ ചെയ്ത് വന്നായിരുന്നു. പറഞ്ഞൊക്കെ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ജങ്കുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. ജങ്കുക്ക് ചിരിക്കായിരുന്നു.